എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ചാനലിലെ ഈ റീസ്റ്റോറേഷൻ വീഡിയോസ് പലതും അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് അതർ സ്റ്റേറ്റ് വണ്ടി വീഡിയോ ഇടാൻ പോകുന്നത്. നോർമലി എല്ലാം കേരളത്തിനകത്തുള്ളതാണ്, പക്ഷേ ഇതെന്ന് പറയുമ്പോഴത്തേക്ക് ഓൾ ദ വേ ഫ്രം തമിഴ്നാടു അല്ലെങ്കിൽ ചെന്നൈ എന്നാണ് കേട്ടോ. 1992 മോഡലാണ് ഈ ഒരു വണ്ടി. 33 വർഷം പഴക്കമുള്ള ഈ ഒരു വണ്ടിയുടെ വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത്. സോ ഈ ഒരു വീഡിയോ പൂർണ്ണമായും കാണുന്നതിലൂടെ എന്തൊക്കെയാണ് സ്പെയർ പാർട്സ് മാറിയിട്ടുള്ളത്, അതുപോലെ തന്നെ പ്ലേറ്റിംഗ് എത്രയായി, പെയിന്റിങ് എത്രയായി, ഇനി അതല്ല ലേബർ എത്രയാണ്, എല്ലാം തന്നെ മനസ്സിലാകുന്നതാണ്. സോ വീഡിയോ പൂർണ്ണമായും കാണാനായിട്ട് മറക്കണ്ട. ഓക്കെ, പറയൂ. അപ്പോൾ എന്തൊക്കെയാണ് പണികൾ ചെയ്തിട്ടുള്ളത്? ഇത് നമ്മൾ ഫുള്ള് ടോട്ടൽ ഡിസ്മാൻറ്റിൽ ചെയ്ത് കംപ്ലീറ്റ് ആക്റ്റീവ്സോട് വർക്ക് ചെയ്ത വണ്ടിയാണ്. എഞ്ചിൻ ഉൾപ്പെടെ ഫുള്ള് പണിത്. ഓക്കെ. അപ്പോൾ ഡോക്ടർ നമ്മളെ വീഡിയോ കണ്ടിട്ട് എന്നെ വിളിക്കുകയാണ് ചെയ്തത്. അപ്പോൾ എന്നെ ഒരുപാട് പേര് ഇങ്ങനെ ഒരുപാട് സ്ഥലത്ത് നിന്ന് കർണാടകയിൽ നിന്നൊക്കെ വിളിക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ ഒരാൾ വിളിച്ചു, ചെന്നൈയിൽ നിന്ന് ഡോക്ടറാണെന്ന് പറഞ്ഞു. ആസ് യൂഷ്വൽ ഒരുപാട് പേര് വിളിക്കുന്നുണ്ട്, അതിൽ പകുതി പേരെ വരത്തുള്ളൂ. പക്ഷേ ഡോക്ടർ വണ്ടി അയക്കാൻ പോകണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ഏറ്റവും വലിയ സംഭവം എന്നറിയാവോ, എന്റെ വണ്ടിയുടെ സ്പ്രോക്കറ്റ് ചേഞ്ച് ചെയ്യുന്ന സമയത്താണ് ഈ കോൾ വരുന്നത്. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അതെ, ആ വീഡിയോ ആ സമയത്ത് വിളിച്ചപ്പോഴത്തേക്ക് ഇനി അന്നും ഡോക്ടർ പറയുന്നുണ്ടായിരുന്നു, ഞാൻ അത് ഫോണിൽ കൂടെ കേൾക്കുന്നുണ്ടായിരുന്നു, ലൗഡ് സ്പീക്കറിൽ ഇട്ടിരുന്നത്. ബീറ്റ് നല്ല ആ ഒരു ബീറ്റ് കേൾക്കണം, ടപ്പ് ടപ്പ് എന്ന് പറഞ്ഞിരിക്കണമെന്ന്. അത് ഞാൻ പലയിടത്തും പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എടാ ഇപ്പോഴും എന്താ പറയാ, ആ ഒരു ബീറ്റിൽ എന്താ പറയാ അത്രയും ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. ഈ ബുള്ളറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് പൊതുവെ ആ ഒരു ബീറ്റാണ് നോർമൽ അല്ലെ, ആ ഒരു ബീറ്റിലാണ് എല്ലാം ഇരിക്കുന്നത്. പക്ഷെ ഇപ്പൊ പൊതുവെ ജെ സീരീസ് എഞ്ചിൻ വന്നതോട് കൂടിയിട്ട് അത് ഇല്ലാണ്ടായി. അപ്പോൾ ഇപ്പൊ ആ ബീറ്റ് ഇഷ്ടപ്പെടണമെങ്കിൽ ഇതുപോലെ പഴയ വണ്ടികൾ കയ്യിൽ കിട്ടണം. അപ്പോൾ പറയാ. അപ്പോൾ ഡോക്ടറെ വിളിച്ചു. ഡോക്ടർ ചെന്നൈയിൽ നിന്ന് ട്രെയിനിൽ വണ്ടി കെട്ടി വിട്ടു. നമ്മൾ തമ്പാനൂർ പോയി വണ്ടി കളക്ട് ചെയ്തു. പക്ഷേ ഡിസംബർ ആദ്യം വന്ന വണ്ടിയാണ്. എന്റെ ഓർമ്മ ശരിയാണ്, ഡിസംബർ 1-ാം തീയതിയാണ് ഞാൻ ഈ വണ്ടി സ്റ്റേഷനിൽ പോയി എടുക്കുന്നത്. ഡോക്ടറുടെ തന്നെ 1.5 മാസമാണ് പറഞ്ഞത്, പക്ഷെ ഒരു 4 മാസം അടുപ്പിച്ചായി. അത് ഇനിയും ഒരുപാട് വർക്ക് പെൻഡിങ് ഉണ്ട്. അതെന്താണ് കാരണം? അത് നമുക്ക് ഈ പ്ലേറ്റിങ്ങിന്റെ അവിടെ വരുന്ന ഡിലേ ആണ്. നമ്മൾ കറക്റ്റിന് വണ്ടി അഴിച്ച് കൊടുത്തെങ്കിലും പിന്നെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ മുന്നേ കൊടുത്ത വണ്ടികൾ അനുസരിച്ച് കിട്ടത്തുള്ളൂ. അപ്പൊ ചിലപ്പോൾ അവർ പറഞ്ഞതിനേക്കാളും ഒരു 10 ദിവസം 12 ദിവസം കഴിഞ്ഞായിരിക്കും ഒരു വണ്ടി തരണത്. മനസ്സിലായി. ഇത്രയും വണ്ടികൾ വരുമ്പോഴത്തേക്ക് ഈ ദിവസം കൂടി പോയതാണ് ഇത്രയും ഡിലേ വന്നത്. പക്ഷെ നിങ്ങൾ ടൈം തരുന്നതിനുള്ള റിസൾട്ട് നിങ്ങളുടെ വണ്ടിയിൽ കാണും. അതിൽ ഉറപ്പാണ്. ഓൾറെഡി ഈ ഒരു വീഡിയോയുടെ യൂസർ എക്സ്പീരിയൻസ് വീഡിയോ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ ലിങ്ക് ഞാൻ കമന്റിൽ കൊടുത്തേക്കാം. ഉറപ്പായിട്ടും പോയി കണ്ടു കഴിഞ്ഞാൽ എന്താ പറയുക, ലേറ്റ് ആയെങ്കിലും ഡോക്ടർ എന്തായാലും 100% സാറ്റിസ്ഫൈഡ് ആണ് കേട്ടോ. പുള്ളി അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ സ്പെയർ പാർട്സ് എന്തൊക്കെയാണ് മാറിയിട്ടുള്ളത്? സ്പെയർ പാർട്സ് അതായത് ഇതിൽ ഒരുപാട് സാധനങ്ങൾ മാറിയിട്ടുണ്ട്. മെയിനായിട്ട് ഡൂം അസംബ്ലി, പാർക്ക് സെറ്റ്, ലോക്ക് സെറ്റ്, ഹാൻഡില്, മീറ്റർ, ആംബിയർ മീറ്റർ, ഫ്രണ്ട് നമ്പർ പ്ലേറ്റ്, പിന്നെ ഫ്രണ്ട് റിമ്മ് പുതിയതാണ്. പിന്നെ ഫ്രണ്ട് സ്റ്റമ്പ് പൈപ്പ് നമ്മൾ പുതിയ മോഡലിന്റെ ആക്കി. ഓൾറെഡി മുമ്പ് ഡിസ്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ക്രാഷ് കാർഡ് മാറി, ബാറ്ററി ബോക്സ് മാറി, സ്റ്റെയിനർ, 2 ഷോക്ക് അബ്സർ, പിന്നെ ഈ ടൈൽ ലാമ്പ് ബസി, ഇൻഡിക്കേറ്റേഴ്സ്, ഫുഡ് ട്രസ്റ്റ്, കിക്കർ, ഗിയർ ലിവർ, പിന്നെ ബെൻഡ് പൈപ്പ്, സൈലൻസർ, കാർബറേറ്റർ, വയറിംഗ് കിറ്റ് എല്ലാം മാറി. പിന്നെ ഇത് 2 ഫുട്ടോസ് നമ്മൾ ഒരു ചെറിയൊരു രീതി ചെയ്തെടുത്താണ്. ഇതിൽ ആദ്യം ഉണ്ടായിരുന്നു, പക്ഷെ ഇച്ചിരി ചെറുതായിരുന്നു. ഇത് ഓൾറെഡി ഉള്ളതല്ലായിരുന്നോ? ഇതല്ല, ഈ ഫുട്പക്ക് ചവിട്ടുന്ന ഫുട്ടോസ് ഇച്ചിരി വലുതാക്കണമെന്ന് ഡോക്ടർ പറഞ്ഞായിരുന്നു. അപ്പൊ ഡോക്ടർ എന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നുണ്ടായിരുന്നു. ഡോക്ടർ വിളിക്കുമ്പോൾ എനിക്ക് വിഷമമായിരുന്നു, കാര്യം ഇത്രയും ദൂരെ വണ്ടി വന്നിട്ട് സമയത്ത് കൊടുക്കാൻ പറ്റിയില്ല. പക്ഷെ പുള്ളി പറഞ്ഞാൽ മനസ്സിലാവുന്ന ഒരാളായിരുന്നു. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. ഇത് നേരത്തെ നമ്മൾ ചെയ്തതാണ്. ഇച്ചിരി വലുതാക്കി, ഡോക്ടർക്ക് കുറച്ച് നീളം കൂടുതൽ വേണമെന്ന് പറഞ്ഞു. 2 സൈഡും ചവിട്ടി ഇരിക്കാനായിട്ട്. മനസ്സിലായി. ആദ്യം ഒരു രീതി ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ എപ്പോഴും ഡോക്ടറെ അടുത്ത് പറഞ്ഞു, ഡോക്ടർ ഇച്ചിരി ടൈം തന്നാലും വണ്ടി ഞാൻ പക്കാക്കി തരും, പ്ലീസ് വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താ പറയാ, ഡോക്ടർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞതെന്ന് പറഞ്ഞാൽ ബഡ്ജറ്റ് ഒന്നും ചോദിച്ചിട്ടില്ല. നോർമലി എല്ലാവരും എത്ര രൂപ നിൽക്കും, എത്ര രൂപ, അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ ഇന്ന സാധനം കംപ്ലൈന്റ് ആണ് മാറണമെന്ന് പറയും, ഇത്രയും പൈസ മാറണ്ട എന്ന് പറയും. പക്ഷെ ഡോക്ടർ അങ്ങനെയൊന്നും ചോദിച്ചിട്ടില്ല. ഡോക്ടറിന്റെ ഞാൻ സംസാരിച്ചപ്പോഴും പുള്ളി അതാണ് പറഞ്ഞത്, ഷിജിൻ ഇങ്ങനെ അത് മാറേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞെങ്കിലും ഇല്ല മാറിക്കോ. ചിലരെ അല്ല, ഞാനിപ്പോ ഇത് എടുത്തു പറയാൻ കാരണം വെച്ചാൽ ചിലർ നമ്മുടെ വീഡിയോയുടെ കമന്റ് ഇടുന്നുണ്ട്, ഇതെല്ലാം പുതിയത് വയ്ക്കുമ്പോഴത്തേക്ക് പിന്നെ എന്തോന്ന് റീസ്റ്റോറേഷൻ എന്നുള്ള രീതിക്ക് പറഞ്ഞിട്ടുണ്ട്, പുതിയ പാർട്സ് ആഡ് ചെയ്യുമ്പോഴത്തേക്ക്. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം വെച്ചാൽ പലർക്കും ആക്ച്വലി പുതിയ പാർട്സ് വേണം അല്ലേ, അതാണ് കാര്യം. പിന്നെ ചില പാർട്സ് നമ്മളെ വണ്ടിയിൽ ഇരിക്കുന്നത് നശിച്ച് ഒരു പരിധിക്കപ്പുറം ചെയ്തപ്പോൾ പുതിയത് മേടിച്ച് വെച്ചേ പറ്റും. അത്രേ ഉള്ളൂ. കുറെ സാധനങ്ങളൊക്കെ നമുക്ക് പാച്ച് വർക്ക് ചെയ്ത് അങ്ങനെയൊക്കെ എടുക്കാൻ പറ്റും. വേറെ ഒരുപാട് സാധനം മാറി. ഡോക്ടർ എല്ലാം പുതിയത് തന്നെ യൂസ് ചെയ്യാൻ പറഞ്ഞു. ഒരു 6 മാസം വരെ ഓടും എന്നുള്ള രീതിയിലുള്ള സാധനങ്ങളെങ്കിലും വേണ്ട, പുതിയത് ഉപയോഗിച്ചു വന്നു. എനിക്ക് തോന്നുന്നു എങ്ങനെയായാലും ഒരു 10-40,000 രൂപ
ആയിട്ടുണ്ട്. കാര്യം പല സ്ഥലത്തു നിന്നാണ് ഷോപ്പിൽ നിന്നായിട്ട് മേടിക്കുന്നത്. എല്ലാത്തിന്റെയും ഒരു ലിസ്റ്റ് ആക്കി ബില്ലാക്കി ഡോക്ടർ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഒരു ഷോപ്പിൽ നിന്ന് മാത്രമേ ഏതാണ്ട് 21,000 രൂപ ബില്ലായി ഒരു ഷോപ്പിൽ. പിന്നെ 2 ഷോപ്പിൽ നിന്ന് എല്ലാ സാധനം എടുത്തിട്ടുണ്ട്. കൂട്ടി നോക്കിയാലേ കറക്റ്റ് അറിയാം. ഈ ലോഗോസ് ഒക്കെ നമ്മുടെ ഈ ബ്രാസ് ഇതൊക്കെ എങ്ങനെ? ഇത് ഓൾറെഡി വണ്ടിയിലുണ്ടായിരുന്നു, ഡോക്ടർ മുന്നേ വെച്ചിരുന്നതാണ്. അത് നമ്മൾ ഇളക്കി പ്ലാറ്റ് ചെയ്യുന്നതിന്റെ കൂടെ ബ്രാസ് ചെയ്യിപ്പിച്ചത്. അത് അവിടെ തന്നെയാണ് ചെയ്യുന്നത്. അത് അവിടെ തന്നെയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ലോഗോ ക്രോം ഫിനിഷ്ഡ് സാധനം ഇത് എങ്ങനെയാണ്? പുതിയതാണോ? ഇത് പുതിയതാണ്. ലോഗോ എല്ലാം പുതിയതാണ്. ലോഗോ നമ്മളെല്ലാം വണ്ടിക്ക് പുതിയത് വെക്കും. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലോ ഈ പുതിയ ലോഗോ വെക്കുമ്പോഴത്തേക്ക് ആ ഒരു ഫിനിഷിംഗ് കിട്ടുന്നില്ല കേട്ടോ. അത് തള്ളല് വരുന്ന വ്യത്യാസം. കുറച്ച് ഇരുന്ന് ഒതുങ്ങി കഴിയുമ്പോഴത്തേക്ക് ശരിയായിക്കോളൂ അല്ലേ? ഓക്കെ. പിന്നെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇപ്പൊ പഴയ പോലെ ക്വാളിറ്റി ചെക്ക് ഇല്ലെന്ന് തന്നെ ഉറപ്പായിട്ട് ഞാൻ പറയും. കാര്യം നമുക്ക് വേണമെങ്കിൽ എന്റെ വർക്ക്ഷോപ്പിൽ ഒന്ന് കാണിക്കാം. മനസ്സിലായി. ഒരു ഓയിരുന്ന ഒരു വണ്ടി, അതൊരു ക്ലാസിക് 350 ആണ്. ആ വണ്ടിക്ക് പുതിയ ചേസ് ഓർഡർ ചെയ്ത് വരുത്തി. അപ്പോൾ നമ്മൾ ഈ മഡ്ഗാർഡ് ഫിറ്റ് ചെയ്യുന്ന പീസ് വരും. മഡ്ഗാർഡിന്റെ സീറ്റിന്റെ 2 ചെറിയൊരു പോർഷൻ വരും. അത് 2 സൈഡിലും അപ്പുറം ഇപ്പുറം വരും. ഇന്നലെ വണ്ടി സെറ്റ് ചെയ്തിട്ട് മഡ്ഗാർഡ് സീറ്റ് വെക്കാൻ നോക്കിയപ്പോൾ ഒരു സൈഡിലേതുള്ളൂ, സൈഡ് ആ സാധനമേ ഇല്ല. ഓക്കെ. ഇങ്ങനെയൊക്കെ പല പ്രശ്നങ്ങളും വരുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു വീഡിയോ എന്തായാലും നമുക്ക് ചെയ്യണം. ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിപ്പോ ഇന്നല്ലെങ്കിൽ തിങ്കളാഴ്ച വണ്ടി കൊടുക്കാന്നാണ് കസ്റ്റമർ അടുത്ത് പറഞ്ഞത്. ഇങ്ങനെ വരുമ്പോൾ നമ്മളെ വർക്ക് ഡിലേ വരും. എന്നാൽ ഈ പുതിയ ചേസ് മേടിച്ചിട്ട് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കും. നമ്മൾ കള്ളം പറഞ്ഞെന്ന് വിചാരിക്കും. ഇതൊക്കെയാണ് ഈ ഫീൽഡിൽ ഏറ്റവും വലിയ പ്രശ്നം. ഓക്കെ. അപ്പൊ എന്തൊക്കെ പ്ലേറ്റ് ചെയ്തിട്ടുണ്ട്? പ്ലേറ്റിംഗ് പാർട്സ് ഈ ഗാർഡ്, ബാക്കിലത്തെ ഹാൻഡില്, ലേഡീസ് ഹാൻഡില്, പിന്നെ ഈ നട്ട് ബോൾട്ട് കിറ്റുകൾ, എഞ്ചിന്റെ പാർട്സുകൾ, സാരി ഗാർഡ്, അങ്ങനെ പ്ലാറ്റിംഗ് പാർട്സ്, എഞ്ചിൻ പാർട്സും പിന്നെ കുറച്ച് സാധനങ്ങളുള്ളൂ. കാര്യം ബാക്കി ഓൾമോസ്റ്റ് എല്ലാം പുതിയതാണ്. പിന്നെ സെന്റർ സ്റ്റാൻഡ് ഒക്കെ ഓൾറെഡി പ്ലാറ്റഡ് ആയിരുന്നു. പിന്നെ ഇവിടുത്തെ ബ്രാക്ക് പെഡൽ ഓൾറെഡി പ്ലാറ്റഡ് ആയിരുന്നു. അതൊക്കെ നമ്മൾ അതേപോലെ തന്നെ പ്ലാറ്റ് ചെയ്തു. അപ്പൊ എല്ലാം കൂടി പ്ലേറ്റിംഗ് എത്രയായി? അതാണ്ട് ഒരു 18 സംതിങ് എനിക്ക് അറിയാം. ബില്ല് നോക്കിയാൽ എക്സാക്ട്ലി അറിയാവൂ. ഈ ലിവർ ഒക്കെ പ്ലാറ്റ് ചെയ്തതാണ്. ഓൾറെഡി ക്ലാസിക്കിന്റെ ലിവർ ചെയ്തിട്ടുള്ളത്. അതായത് എല്ലാം കൂടി എനിക്ക് തോന്നുന്നൊരു 1,22,000 രൂപ അകത്ത് വന്നിട്ടുണ്ട് ഈ വണ്ടിക്ക് ടോട്ടൽ. അതായത് ഒരു 16,000 രൂപ ലേബർ ചാർജ്, 10 രൂപ വണ്ടി പൊളിച്ചു വിടുന്നതിന് 6,000 രൂപ എഞ്ചിൻ പണി. ലെയ്ത്തിൽ ഏതാണ്ട് 23 22 അങ്ങനെ എന്തോ ലെയ്ത്ത് വർക്കിനാണ്. പിന്നെ ഫുള്ള് A to Z കംപ്ലീറ്റ്. പിന്നെ നമുക്ക് 14 രൂപ പെയിന്റിങ്, പിന്നെ പ്ലേറ്റിംഗ്, ബാക്കി പാർട്സിനാണ് ആയത്. ഓക്കെ. അപ്പൊ എല്ലാം കൂടി ടോട്ടൽ 1,22,000 രൂപ അകത്ത് വന്നു. 1,22,000 രൂപയ്ക്ക് എന്തായാലും വണ്ടി ഇങ്ങനെ ഇതുവരെ ഇറക്കിയാൽ ഏറ്റവും കോസ്റ്റ് ആയ വണ്ടിയാണ്. മറ്റേതൊരു 1 14 15. അല്ല, അന്ന് ആ ഒരു ടോട്ടൽ ലോസ് ആയ വണ്ടി ഉണ്ടായിരുന്നല്ലോ, അതിന് കുറച്ച് കൂടുതലായില്ല? അതിന് കുറച്ച് കൂടുതലാന്ന് തോന്നുന്നു, എനിക്ക് ഓർമ്മയില്ല. നമ്മൾ ഒരുപാട് വണ്ടി ചെയ്യുന്നില്ല. ഓക്കെ. എന്തായാലും വണ്ടി അടിപൊളിയായിട്ടുണ്ട്. എന്താ പറയുക, അതിൽ ഒരു സംശയമില്ല. ആളുകൾ എന്തായാലും നോക്കുന്നുണ്ട്. ഇപ്പോഴും നമ്മൾ ഈ വണ്ടി ഇവിടെ കൊണ്ടുവച്ചപ്പോഴും എത്ര ഭയങ്കര നോക്കുന്നത് വണ്ടി അവിടെ നിന്ന് പറയും ചെയ്തു സൂപ്പർ ലുക്ക് എന്ന് പറയുന്നത്. ഞാൻ ആദ്യം പറഞ്ഞായിരുന്നു വണ്ടി എന്തായാലും അടിപൊളിയായിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ 1992 എന്താ പറയുക നമ്മുടെ ബുള്ളറ്റ് സ്റ്റാൻഡേർഡാണ് നമ്മുടെ മുന്നിലിരിക്കുന്നത്. റീസ്റ്റോറായി സുന്ദര കുട്ടപ്പനായിട്ട് ഇരിപ്പുണ്ട്. 1,22,000 രൂപയ്ക്കകത്താണ് എന്തായാലും ഈ ഒരു വണ്ടി ടോട്ടൽ കോസ്റ്റ് ആയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇതുപോലെ നിങ്ങൾക്ക് ബുള്ളറ്റ് റീസ്റ്റോറേഷൻ വർക്കുകൾ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഷിജിനെ കോൺടാക്ട് ചെയ്യാം. ഷിജിൻ്റെ ലൊക്കേഷൻ വരുന്നത് തിരുവനന്തപുരം ജില്ലയിൽ ആറ്റിങ്ങലിനടുത്തുള്ള കടയ്ക്കാവൂരാണ്. ജസ്റ്റ് ഗൂഗിളിൽ ബുള്ളറ്റ് സോൺ കടയ്ക്കാവൂർ സെർച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൊക്കേഷൻ കിട്ടും. അതേപോലെ തന്നെ കോൺടാക്ട് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. റീസ്റ്റോറേഷന് വേണ്ടി മാത്രമല്ല, ബുള്ളറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് വർക്കുകളും ഷിജിൻ നിങ്ങൾക്ക് നല്ല രീതിക്ക് തന്നെ ചെയ്തു തരാണ്. പ്രത്യേകിച്ച് എഞ്ചിൻ വർക്കുകൾ ഒരു പ്രശ്നമില്ലാണ്ട് ചെയ്തു തരും. പലരും ഇങ്ങനെ എന്നെ വിളിച്ചിട്ട് ചോദിക്കുന്നതാണ്, എഞ്ചിൻ വർക്കൊക്കെ ചെയ്താൽ ശരിയാവും? ഞാൻ ഓൾറെഡി പല സ്ഥലങ്ങളും കൊടുത്തിട്ടുണ്ട്, പക്ഷേ എനിക്ക് വീണ്ടും ഇഷ്യൂസ് വന്നിട്ടുണ്ട്. അതുപോലെ ഉണ്ടാവുമെന്ന് ചോദിച്ചിട്ടുണ്ട്. പക്ഷേ ഇതുവരെ എന്തായാലും ഷിജിൻ്റെ അടുത്ത് കൊണ്ടുവന്നിട്ട് അല്ലേ, അങ്ങനെയൊന്നും ഒരു പ്രശ്നം ഇതുവരെ വന്നിട്ടില്ലല്ലോ. അപ്പോൾ അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് എന്ത് വർക്ക് ഉണ്ടെങ്കിലും ഇങ്ങോട്ട് കൊണ്ടുവരാം. ഷിജിനെ അങ്ങോട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എൻ്റെ അടുത്ത് വണ്ടി തന്നിരിക്കുന്ന എല്ലാവരുടെ പറയാനുള്ളത്, അതായത് ഡിലേ വർക്കാണ്. നമ്മൾക്ക് ഇത് സ്വന്തമായിട്ട് പെയിന്റിങ് പ്ലാറ്റിംഗ് ഒന്നും ഇല്ല. അപ്പം നമ്മൾ ഓരോരുത്തർ ഡിപ്പെൻഡ് ചെയ്താണ് നിൽക്കണം. എവിടെയെങ്കിലും ഒരു സൈഡിൽ ഒരു ഡിലേ വന്നാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അത്രേ ഉള്ളൂ. നിങ്ങൾ സമയം തരുന്ന റിസൾട്ട് എന്തായാലും വണ്ടിയിൽ കാണാം. ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. അത്രേ ഉള്ളൂ. ഹറിബറി ആയി കഴിഞ്ഞുള്ള കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ നമുക്ക് ആ ഒരു പെർഫെക്ഷൻ അല്ലേ, ഒരു വണ്ടി തരാൻ ഒരാഴ്ച ഡിലേ ആയി പോയാൽ മതി. ഇതിന്റെ പിറകിൽ നിന്ന് എല്ലാ വണ്ടികളും ലാസ്റ്റ് വന്ന വണ്ടിക്ക് ഒരുപാട് ദിവസമാവും. ഓക്കെ, അത്രേ ഉള്ളൂ. എന്തായാലും നല്ല ചൂടാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ KL16 കടയ്ക്കാവൂർ ചെക്കലുള്ളത്. ഓൾറെഡി നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ KL16 ഗ്യാരേജിലാണ്. അപ്പോൾ ഇവിടെ AC എന്തായാലും വർക്ക് ആവുന്നില്ല, അതുകൊണ്ട് തന്നെ നല്ല ചൂടാണ്. സോ ഈ ഒരു വീഡിയോ വെച്ചിട്ട് പെട്ടെന്ന് തന്നെ കൺക്ലൂഡ് ചെയ്യുകയാണ്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.